ക്രിയേഷൻ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാനായിട്ട് മുമ്പ് പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വന്നിട്ട് എങ്ങനെയാണ് ഹോം ഡെക്കോർ ചെയ്യുന്നതാണ് കാണിച്ചു തന്നത്. എൻ്റെ വീട്ടിൽ എന്തൊക്കെ യൂസ് ചെയ്തതാണ് ആ വീഡിയോ. സോ ആ വീഡിയോയിലത്തെ ഒരു ഡെക്കറേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ അത് പോയി കാണുക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ സ്വീറ്റ് കോണിൻ്റെ സ്കിന്നും പിന്നെ പെന്നാണ്. നമുക്കിപ്പോൾ സ്വീറ്റ് കോണിൻ്റെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ കെയർഫുള്ളായിട്ട് വേണം ഈ സ്കിന്ന് നമ്മൾ പീൽ ഔട്ട് ചെയ്യാൻ. ഈ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡ് വരയ്ക്ക് നമ്മൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വീറ്റ് കോണിൽ നിന്ന് ഈ സ്കിൻ ഡിറ്റാച്ച് ചെയ്യണം. അത് കുറച്ച് പാടാണ്, പക്ഷേ നമ്മുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് പീൽ ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കിനി ഡിറ്റാച്ച് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് 2 ദിവസം ഡ്രൈ ചെയ്യണം. ഇതിൻ്റെ മുകളിലത്തെ പച്ചപ്പ് മാറുന്ന വരയ്ക്ക് നമുക്ക് ഡ്രൈ ചെയ്യണ്ട കേട്ടോ. സോ ഞാനിപ്പോൾ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് കാണിക്കാൻ പോവാണ്. ഇത് ഞാൻ 2 ദിവസം ഡ്രൈ ചെയ്യാതെ വെച്ച കോണാണിത്. ഇത് വന്നിട്ട് വേഗം മടങ്ങും. അതേ നമ്മളിപ്പോൾ സെക്കൻഡ് വൺ എടുക്കുകയാണെങ്കിൽ ഞാൻ 2 ദിവസം ഡ്രൈ ചെയ്തതാണിത്. ഇത് വന്നിട്ട് വേഗം പെട്ടെന്ന് മടങ്ങൂല. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഡ്രൈ ആയതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഡ്രൈ ആവാത്ത കോൺ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നിൽക്കത്തില്ല. നമ്മൾ എത്ര റോൾ ചെയ്താലും അത് പിന്നെയും അതിൻ്റെ പഴയ പൊസിഷനിൽ തന്നെ പോയി നിൽക്കും. അതേ നമ്മളിപ്പോൾ ഡ്രൈഡ് ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് കറക്റ്റായിട്ട് അതേ പൊസിഷനിൽ നിൽക്കാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പൊസിഷനിൽ അത് നിൽക്കും. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കുറേ അത് വലിയ വലിയ ലീഫുകളുണ്ടാവും. നിങ്ങൾക്കത് വലുതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കീറി വെക്കാം. സോ കീറി കഴിഞ്ഞാൽ കുറേ ലീഫുകൾ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ കിട്ടും. കീറിയതിന് ശേഷം നമ്മളത് വാട്ടറിൽ കുറച്ച് നനയ്ക്കണം. നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ എക്സ്ട്രാ വാട്ടേഴ്സൊക്കെ തട്ടിക്കളയണം. ഇനി നമുക്ക് പെന്ന് വെച്ച് നമ്മുടെ റോളിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ വെള്ളം നനച്ച് സ്റ്റാർട്ട് ചെയ്ത കാരണം നമുക്ക് ഈസി ആയിരിക്കും റോളിങ് ചെയ്യാൻ.